ഹായ് ക്യൂട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ബോട്ടിൽ ആർട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ 3 ബോട്ടിൽ, ഞങ്ങൾ 3 പേര് വീട്ടിലുള്ളത്, 3 പേരും ഓരോ കോൾഡ് കോഫി കുടിച്ചതിൻ്റെ ബോട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അതിന് വേസ്റ്റ് ചെയ്യേണ്ട ഇപ്രാവശ്യത്തെ നമ്മുടെ ലോങ് വീഡിയോ അതായിട്ട് അയക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ 3 ബോട്ടിലിൻ്റെയും ആദ്യം നമ്മൾ കവർ കളയാമെന്നുള്ളത്. ആദ്യം തന്നെ നമ്മളിപ്പോൾ കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നല്ലോണം വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഈ താഴെ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് പോലെ ഇങ്ങനെ അടിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ നല്ലോണം വാഷൊക്കെ ചെയ്തു. ഇനി വെളിയിലത്തെ ഇത് ജസ്റ്റ് പൊളിച്ചാൽ മതി കേട്ടോ, വലിയ ഈ പേപ്പറിൻ്റെ അല്ല, ജസ്റ്റ് പ്ലാസ്റ്റിക് പോലെ. അപ്പോൾ ആ 3 ഞാൻ പാഞ്ചാലി എന്താ പറയുന്നത്, പാഞ്ചാലി വസ്ത്രാഭിഷേകം അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ആർട്ടായിട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടാണ്. ഇതിനെ നിങ്ങൾക്ക് ഡെസ്ക് ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ വൈസായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഫസ്റ്റ് ആർട്ട് എന്താണെന്ന് കണ്ടല്ലോ. ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാം, ഈ ബോട്ടിലൊക്കെ നമ്മൾ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ ചെയ്യുമ്പം ആദ്യം തന്നെ അതിന് ഒന്നിലൊരു വൈറ്റ് പെയിൻറ്റ് അല്ലെങ്കിൽ ജെസ്സോ അടിക്കണം. കാരണം എന്നാണെന്നറിയോ, ഈ ബോട്ടിൽ എപ്പോഴും തെന്നിപ്പോയി ഇത് ഇളകി പോവുകയും ചെയ്യും. സാധാരണ അക്രലിക് പെയിൻറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഴപ്പമില്ലാക്കും, പക്ഷേ ചിലപ്പം നമ്മൾ 2 കോട്ടൊക്കെ 3 കോട്ടൊക്കെ അടിക്കേണ്ടി വരും. അപ്പം ഞാൻ ആദ്യം ജെസ്സോ അടിച്ചു. എന്നിട്ട് പെയിൻറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് സാധാരണ സ്പോഞ്ച് കൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും സ്പോഞ്ച് എടുത്ത് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു ടിഷ്യൂ വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉണങ്ങാൻ വെക്കാൻ പറ്റുമെങ്കിൽ ഒരു കോട്ടും കൂടെ അടിക്കാം. പിന്നെ ഞാനൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് വെച്ചാണ് ബാക്കി കളർ. അപ്പോൾ ആദ്യം ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു പേപ്പർ കണ്ടിച്ചെടുത്തിട്ട് വെളിയിൽ ഞാൻ വേറൊരു കളർ അടിക്കുക. കാരണം നടുഭാഗം എനിക്ക് വെള്ളയായിട്ട് വേണമായിരുന്നേ. അപ്പോൾ ആദ്യം ഡാർക്ക് അടിച്ചു, പിന്നെ അതിനൊരു ലൈറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുട്ടപ്പനായി എടുത്തിട്ടുണ്ട്. ഞാൻ 2 കൂട്ടം അടിക്കേണ്ടി വന്നു. പിന്നെ ഈ പെയിൻറ്റ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നല്ലോണം അക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണം. ഇതിനകത്ത് വെള്ളമൊന്നും യൂസ് ചെയ്യല്ലേ. അപ്പോൾ ഇതിന് ഇനി ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആ ഹാർട്ടിൻ്റെ ഭാഗം കണ്ടി നമ്മൾ വെള്ളയായിട്ടിരിക്കുന്നത് അതിൻ്റെ ചുറ്റും ഞാൻ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒട്ടിക്കുന്ന സ്റ്റിക്കർ ടൈപ്പ് ബീഡ്സ് വെക്കാം, ഇല്ലെങ്കിൽ നോർമൽ ബീഡ്സ് വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ 7000 ഗ്ലൂ ഇല്ലേ, സാധാരണ ഗ്ലൂ കൊണ്ട് ഒട്ടത്തില്ല. അപ്പോൾ ഞാൻ വെള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടപ്പനായില്ലേ. ഇനി നടുക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ തുലിപ്പ് പോലെ നമ്മൾ പിസ്താഷെല്ല് വെച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടി ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നമ്മുടെ നോർമൽ സീഷെല്ല് വെച്ചാണ് വെച്ചിരിക്കുന്നത്. നടുക്കൊരു പേളിൻ്റെ പോലെ ഇച്ചിരി കൂടി വലിയൊരു മുത്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെക്കോർ യൂസ് ചെയ്തത് എങ്ങനെയുണ്ട് നമ്മുടെ ഇഷ്ടമായെങ്കിൽ ഒന്ന് വെച്ച് ട്രൈ നോക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാതെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവറോ എന്തെങ്കിലും വെക്കാം, റിയൽ ഫ്ലവറോ ആർട്ടിഫിഷ്യൽ ഫ്ലവറോ എന്തെങ്കിലും വെക്കാം. അപ്പം ഡെക്കോർ എങ്ങനെയുണ്ട്. അപ്പം കുപ്പി കളയുന്നതിന് പകരം നമ്മൾ യൂസ്ഫുള്ളായ ഒരു സാധനം ഉണ്ടാക്കില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ നോക്കാം. ഔട്ട് സൈഡിലെ കളർ വേറൊക്കെ ട്രൈ ചെയ്യാൻ നോക്കാം. സെക്കൻഡ് ക്രാഫ്റ്റ് കണ്ടാലോ. സെക്കൻഡ് ക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുപ്പിക്ക് ഫുള്ള് കളർ അടിച്ചുകൊണ്ടല്ല, ഞാനൊരു കുപ്പിയെ ഒരു ഗ്രീൻ ഗാർഡൻ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മളിത്തെ കുഞ്ഞു കുപ്പിയും വലിയ കുപ്പിയും വെച്ച് നമുക്ക് കുറേ ലാംപ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ലാമ്പ് ഉണ്ടാക്കാൻ വരയ്ക്കാണ്. എൻ്റെ കയ്യിൽ ആ കളർ ഇല്ലാത്തതുകൊണ്ട് അക്രിലിക് ഞാൻ മേടിച്ച കളർ അത്ര ശരിയില്ലെന്ന് തോന്നുന്നു. സാധാരണ അക്രിലിക് കളർ നല്ല ഡാർക്ക് ഷെയ്ഡിലൊക്കെ ഈ പച്ചയിൽ, ഇതിനെന്താ പറയുക, ചാണകപ്പച്ചയോ, ആ കളർ കിട്ടേണ്ടതാണ്. പക്ഷേ എൻ്റെ ബ്രഷും എൻ്റെ കളറും ശരിയില്ലാത്തതുകൊണ്ട് വരച്ച അത്ര ശരിയല്ല. നിങ്ങൾ കുറച്ച് തണ്ടുകൾ വരയ്ക്കുകയാണ് ഞാൻ പറയുന്നത്. കുഞ്ഞു കുഞ്ഞായിട്ടുള്ള കുറേ തണ്ടുകൾ വരയ്ക്കുക. ഇഷ്ടമുള്ള കുറേ ഫ്ലവേഴ്സും കുറച്ച് ഡിസൈനൊക്കെ നമ്മൾ ഞാനൊരു വയലറ്റ് കളറിലും വെള്ള കളറിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, വലിയ പെർഫെക്റ്റ് ആണെന്നുമില്ല.
ഇത് ചുമ്മാ ഒരു ചെറിയ രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ വരയ്ക്കുകയാണ്. പിന്നെ 1-2 ബട്ടർഫ്ലൈയും കൂടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടി. ബട്ടർഫ്ലൈക്ക് പറ്റുമെങ്കിൽ ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അത് ഒരു ഔട്ട്ലൈനൊക്കെ ചെയ്യുന്ന നല്ലതാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ഗോൾഡൻ കളർ അടിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് പ്ലാന്റ് വരയ്ക്കാം. എൻ്റെ പ്ലാന്റിന് പെർഫെക്ഷനൊന്നും കാണത്തില്ല, കാരണം ഞാനങ്ങനെ പെർഫെക്ഷനോട് വരയ്ക്കാൻ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. ചുമ്മാ ഇപ്പോൾ ഒരു കാട് പിടിച്ച് ചെയ്യുന്നതിന് പകരം ഞാനൊരു ചെറിയ ഒരു ഗാർഡൻ പോലെ കുപ്പിയെ ഒരു ഗാർഡനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ രീതിയിൽ ചെറുതും വലുതുമായിട്ടൊക്കെ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ അക്രിലിക് കളറില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്രിലിക് മാർക്കർ വെച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്ത് വേണമെങ്കിലും നമുക്ക് അക്രിലിക് യൂസ് ചെയ്യണമെന്ന് മാത്രമേ, അല്ലെങ്കിൽ മറ്റേ പെയിൻ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലാമ്പ് ഇടണം. കഷ്ടകാലത്തിന് എൻ്റെ കയ്യിൽ ഒരു ഫെയറി ലൈറ്റും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വേറൊരു ലാമ്പ് വെച്ചാണ് ആദ്യം ചെയ്തത്. കാരണം സാധാരണ തട്ടിയും മുട്ടിയും കൊണ്ട് നടക്കാൻ പറ്റില്ല, ഇഷ്ടംപോലെ ഫെയറി ലൈറ്റ് കാണും. അത്യാവശ്യം നോക്കുമ്പം എന്നെപ്പോലെ ഒരു ബാഡ് ലക്ക് ആണെന്ന് പറഞ്ഞു തോന്നുന്നു, എപ്പോഴും സാധനം കാണത്തില്ല. അപ്പം എന്തായാലും ഞാൻ ഈ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നെ എനിക്ക് ഫെയറി ലൈറ്റ് കിട്ടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത ക്രാഫ്റ്റ് കണ്ടാലോ. അടുത്ത ക്രാഫ്റ്റിനും സെയിം നമ്മുടെ കുപ്പിക്കുട്ടനെ എടുത്തിട്ടുണ്ട്. അവന് വേണ്ടി നമ്മൾ അടുത്ത പരിപാടിയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മിറേഴ്സ്, ഞാൻ ഉദ്ദേശിച്ച പല ഡിസൈനിലുള്ള മിറേഴ്സായിരുന്നു. പക്ഷേ എൻ്റെ ഇവിടുത്തെ കടയിൽ ഒരേ ഡിസൈനിലുള്ള കുഞ്ഞു മിററുകൾ, പിന്നെ ആവശ്യത്തിന് മിറർ കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനെ പല രീതിയിൽ വെക്കാം. മിറർ വെച്ച് മൊസൈക്ക് ആർട്ടെന്ന് വെച്ച് രീതിയിൽ ചെയ്യാം. മൊസൈക്ക് ആർട്ട് ചെയ്യാൻ വേണ്ടി അതിന് നമുക്ക് വേറെ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ നമ്മളില്ലേ വൈറ്റ് സിമെൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണേ. പക്ഷേ അതൊന്നും ഇല്ലാതെ എനിക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കളറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് കുപ്പിയിൽ ഫുൾ കളറായിപ്പോവും. അപ്പോൾ എനിക്ക് അങ്ങനെ വേണ്ട. എനിക്ക് ഈ കുപ്പിയെ ചുമ്മാ ഈ മിറർ വർക്ക് മാത്രം ചെയ്ത് നമ്മുടെ ഡിസ്കോ ബോൾ എന്ന് പറഞ്ഞ സാധനമില്ല, അതുപോലെ ഇങ്ങനെ ഒരു ഷൈൻ പോലെ ജസ്റ്റ് ഒരു അത് നമുക്ക് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലുള്ള മിറർ വെച്ച് ഞാനിവനെ നമ്മുടെ ഗ്ലൂ വെച്ചില്ല, ഗ്ലൂ എന്ന് പറയുമ്പോൾ 7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണ്. ഇച്ചിരി ക്ഷമയോടെ ചെയ്യണം. അപ്പം ഒത്തിരി മിറർ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് ഡെക്കറേറ്റ് ആക്കാമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഗ്യാപ്പ് നികത്തുന്ന രീതിയിൽ കുറച്ച് മിറർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇത് സത്യത്തിൽ ഇത് സൺലൈറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു. ഇത് ഞാൻ രാത്രി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഷാഡോ കാണാൻ പറ്റത്തുള്ളൂ. അത് രാവിലെയാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ സൺലൈറ്റ് ഇങ്ങനെ ഇതിനകത്ത് നല്ലോണം ഈ ഡിസ്കോ ബോൾ പോലെ പ്രകാശിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി എനിക്കൊരു ഫെയറി ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെയോ കിടന്ന് ക്രാഫ്റ്റിൻ്റെ ഞാൻ വലിയ പറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ നമുക്ക് കുപ്പി ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ ഇത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കേട്ടോ. റൊട്ടേറ്റ് ചെയ്ത് നോക്കാൻ നല്ല രസമില്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവർ പോട്ട് പോലെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഫെയറി ലൈറ്റ് വെച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ആട്ടും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.